പെഹൽഗാമിൽ ഭീകരാക്രമണത്തിന് പിന്നാലെയുള്ള ഇന്ത്യയുടെ നടപടികൾ ശക്തമായി മുന്നോട്ട് പോകുന്നു. ഏറ്റവും പുതിയ വാർത്തകളാണ്. ലഷ്കർ കമാൻഡറെ ഇന്ത്യ സൈന്യം വധിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ 2 ഭീകരരുടെ വീടുകൾ തകർത്തിരിക്കുന്നു. പക്ഷേ BSF ജവാൻ അവരുടെ കസ്റ്റഡിയിലുണ്ട്. അത് വിട്ടു നൽകാനുള്ള നടപടികളിലേക്കൊന്നും പാകിസ്ഥാൻ കടന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ കേണൽ ശ്രീ എസ് ഡിന്നി നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ ഡിന്നി, വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ. ശക്തമായി സൈനിക നടപടികൾ പോകുന്നു, നയതന്ത്ര തലത്തിൽ നടപടികൾ പോകുന്നു. അതിനിടയിലാണ് BSF ജവാൻ അവരുടെ പിടിയിലാകുന്നതും. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സ്ഥിരീകരണങ്ങളോ ഔദ്യോഗിക റിപ്പോർട്ടുകളോ ഒന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ എങ്കിലും ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ജവാന്റെ വിട്ടുകിട്ടൽ എത്രത്തോളം പ്രയാസമുള്ളതായി മാറിയേക്കാം? എന്താണ് സാധ്യതകൾ? ഇങ്ങനെ ഒരു സംഭവം, അതായത് ഒരു BSFന്റെ ജവാൻ പാകിസ്ഥാൻ റേഞ്ചേഴ്സിന്റെ കയ്യിൽ പോവുക, അല്ലെങ്കിൽ പാകിസ്ഥാൻ റേഞ്ചേഴ്സിന്റെ ആരെങ്കിലും BSFന്റെ കയ്യിൽ വരിക, ഇതൊരു ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവമല്ല. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു സ്ഥിതിയിൽ വെച്ച് ഡെഫിനറ്റ്ലി അതൊരു നമുക്കെല്ലാം ഒരു ആശങ്ക, അല്ലെങ്കിൽ നമുക്കെല്ലാം ഒരു വറി എന്നുള്ളത് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഒരു SOP ഉണ്ട് അവിടെ. അതായത് അറിയാതെ, കാരണം ഈ ഫെൻസിങ് കഴിഞ്ഞാലും നമ്മുടെ ബോർഡർ പില്ലർ വരെ സ്ഥലമുണ്ട്. 50 മീറ്റർ 100 മീറ്റർ ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. ചില സമയത്ത് 25 മീറ്റർ മാത്രമുള്ള സ്ഥലങ്ങൾക്കുണ്ട്. അവിടെ പോലും ഈ കർഷകർ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. കാരണം അത്രയും ഭൂമിക്ക് അത്രയും മാത്രം വില ഉണ്ടായിരുന്ന അവിടെയും കൃഷി ചെയ്യും. അപ്പൊ ഈ ഗേറ്റ് തുറന്നിട്ട് BSFന്റെ കൂടാണ്, ജവാന്മാരുടെ കൂടാണ് ഈ കർഷകരും പോകുന്നത്. അപ്പൊ അങ്ങനെ ചില സമയത്ത് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്ന ഒക്കെ അങ്ങനെ സാധിക്കാറില്ല, പക്ഷെ പലപ്പോഴും സംഭവിക്കാറുള്ള കാര്യം തന്നെയാണ്. അപ്പൊ ഇത് നേരത്തെ നടന്നിട്ടുള്ള പല പ്രസിഡൻസ് ഉണ്ടായതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ചട്ടമുണ്ട്. ആ ചട്ടം അനുസരിച്ച് തിരിച്ച് നൽകേണ്ടുള്ളതാണ്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാകിസ്ഥാൻ അത് ഫോട്ടോ എടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും അങ്ങനെയുള്ള ഒരു കാര്യം, ഒരു സൈക്കോളജിക്കൽ ഓപ്പറേഷൻസ് എന്നുള്ള രീതിയിലേക്കുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതുണ്ട്. പക്ഷെ എനിക്ക് ഉറപ്പാണ് ഈ BSFന്റെ ഈ കോൺസ്റ്റബിൾ തിരിച്ചു വരും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഇപ്പോഴത്തെ സാഹചര്യം അത് ചിലപ്പോൾ കുറച്ചെങ്കിലും പാകിസ്ഥാൻ എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് രീതിയിലേക്ക് ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഇപ്പോൾ നിലവിൽ നടക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ്. ലഷ്കർ കമാൻഡറെ കൊലപ്പെടുത്തി, 2 വീടുകൾ തകർത്തു. ഇപ്പോഴത്തെ ഈ നടപടികൾ അത് പലതരത്തിൽ ഓപ്പറേഷൻ ആക്രമണം അടക്കമുള്ള വ്യോമാഭ്യാസങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അങ്ങയുടെ അനുഭവത്തിൽ ഈ കശ്മീരിനുള്ളിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ അതിപ്പോഴും പലയിടങ്ങളിലും സജീവമായിട്ടുണ്ടോ എന്ന സംശയം തീർച്ചയായും ഈ ആക്രമണം നമുക്ക് മുന്നിൽ വഴിവെക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ നടപടികൾ അത് ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോകേണ്ടതാണ്? ഈ ത്രാൽ അടക്കമുള്ള മേഖലകളിൽ ഇനിയും അവശേഷിക്കുന്ന ഭീകരവാദികളെ അല്ലെങ്കിൽ അത്തരം കേന്ദ്രങ്ങളെ തുടച്ചു നീക്കുന്നതിലേക്കുള്ള ഒരു യാത്രയായിട്ട് കണക്കാക്കാമോ ഇത്? തീർച്ചയായിട്ടും. ഇതിനകത്ത് നമ്മൾ ഈ ത്രാലായാലും ശരി, ബാന്ദിപ്പൂർ ആയാലും ശരി, ഗാന്ദർബൽ, ഈ ഏരിയയിലൊക്കെ ഞാൻ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം ഇവിടെ ചില സ്ഥലത്തൊക്കെ പണ്ട് ഒരിക്കലും നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റാത്ത ഏരിയസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ മാറ്റം വന്നു. പിന്നീട് വളരെയേറെ മാറ്റം വന്നു. അപ്പം അങ്ങനെ ഇപ്പൊ ഈ ത്രാൽ ഏരിയ തന്നെ പലപ്പോഴും പല സ്ഥലത്ത് നമുക്ക് കയറാൻ സാധിക്കാത്ത ഒരു ടൈം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഇപ്പം ധാരാളം മാറ്റമുണ്ട്. അപ്പം ഇപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകൾ നമുക്കൊരു വലിയൊരു സപ്പോർട്ടുണ്ട്. കാരണം അവരുടെ ജീവിതത്തിനെയാണ് ഇത് എഫക്ട് ചെയ്തിട്ടുള്ളത്, വലിയ രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടുത്തെ അന്ന് തന്നെ അവിടുത്തെ പ്രതിഷേധവും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പ്രതിഷേധവും ബന്ധും ഒക്കെ കണ്ടിരുന്നു. അതൊന്നും കശ്മീരിനെ സംബന്ധിച്ചോളം ഒരിക്കലും മുൻപ് കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇന്നിപ്പം അല്ലെങ്കിൽ ഇന്നലത്തെ ആ റിപ്പോർട്ട് 2 ഭീകരരുടെ വീട് തകർത്തത്, അത് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ലോക്കൽ ആയിട്ടുള്ള ആളുകളുടെ ഏജൻസീസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി അവിടുത്തെ അതിനൊക്കെ ഒരു പ്രതിഷേധവും ഒന്നുമില്ല. അവിടുത്തെ ആളുകളൊന്നും ആ രീതിയിലുള്ള ഒരൊറ്റ കാര്യമില്ല. കാരണം അത്രമാത്രം സപ്പോർട്ട് ഈ ഭാരതത്തിനും അതുപോലെ തന്നെ ഈ ഭീകരവാദം ചെയ്ത കാര്യത്തിന് അത്രമാത്രം എതിർപ്പുമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇന്റലിജൻസ് കിട്ടാനുള്ള സാധ്യത അത്രയും കൂടും. അപ്പൊ ഇവരെവിടെ പോയി ഒളിച്ചാലും, അത് കാട്ടിലായാലും ശരി, ഇനി ഗ്രാമങ്ങളിലായാലും ശരി, എങ്ങനെയായാലും ശരി, കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അത് കിട്ടും. അതിന്റെയൊക്കെ ഒരു സൂചനയാണ് ഇപ്പം ഒരു ലഷ്കർ കമാൻഡറിനെ നമ്മൾ വധിച്ചു. അതുപോലെ തന്നെ ബാന്ദിപ്പൂരിൽ ഒരു ഓപ്പറേഷൻ നടക്കുന്നുണ്ട്, അവിടെയും സക്സസ്ഫുൾ ഉണ്ട്. മെനഞ്ഞാന്ന് അല്ലെങ്കിൽ ഇന്നലെ ബാരമുല്ല ഏരിയയിൽ നടന്നിരുന്നു, അവിടെയും സക്സസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇന്റലിജൻസ് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ നടന്ന ഈ ഓപ്പറേഷന്റെ ഭാഗമായി നിന്ന് ആ തീവ്രവാദികൾ എനിക്ക് തോന്നുന്നില്ല ഇതുവരെ അവർ ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോയി കാണാനുള്ള സാധ്യത കുറവാണ്. അവർ എവിടെയെങ്കിലും തന്നെ കാണും. ആൻഡ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ഡേയ്സ് അവരെ കിട്ടും എന്നുള്ളതാണ് 100%. കാരണം അവരുടെ ഐഡന്റിറ്റി നമുക്ക് മനസ്സിലായി, ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, ആരാണ് അതിന്റെ നേതാവ്, എത്ര വർഷം ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് വരും ദിവസങ്ങളിൽ 100% അവരെ ന്യൂട്രലൈസ് ചെയ്യും. കാരണം അതാണ് അതിന്റെ ചരിത്രം.
ഒരു ഭീകരവാദി പോലും കശ്മീരിൽ അവർക്കൊരു ലൈഫ് ടൈം ഉണ്ട്. ആ ലൈഫ് പീരീഡ് കഴിഞ്ഞാൽ അവർ തീർന്നു തന്നെയാണ്. ചിലപ്പോൾ ഒരു മാസം, അല്ലെങ്കിൽ ചിലർ 6 മാസം, ചിലപ്പോൾ 6 വർഷം, 7 വർഷം, അങ്ങനെയൊക്കെ ഉള്ള മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതുവരെ വളരെ സക്സസ്ഫുൾ ആയിട്ട് നോട്ട് ഔട്ട് ആയിട്ട് നിൽക്കുന്ന ഒരു ഭീകരവാദിയും കശ്മീരിലില്ല. കേണൽ ഡിന്നി, ഇപ്പോൾ ഈ പഹൽഗാം ആക്രമണം ഉണ്ടാകുന്നു, അതിനുശേഷം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള പല തലത്തിലുള്ള നടപടികളാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ കാണുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ബന്ദിപ്പുരയിൽ ഉണ്ടാകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഈ കോമ്പിംഗ് ഓപ്പറേഷന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അന്ന് നമ്മുടെ ഇന്ത്യക്കാരെ വധിച്ച ആളുകളെ കണ്ടുപിടിക്കുന്നതിനോ അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള നടപടികൾ, അതുപോലെ തന്നെ നയതന്ത്ര തലത്തിൽ പലതരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിലുള്ള തിരിച്ചടി എന്ന് പറയുന്നത് ഒരുപക്ഷെ ആളുകൾ കാത്തിരിക്കുന്ന, രാജ്യം മൊത്തം കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അതിലേക്ക് രാജ്യം പതുക്കെ പതുക്കെ മുന്നേറുകയാണ് എന്ന്, അല്ലെങ്കിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്ന് കരുതാമോ? തീർച്ചയായിട്ടും അങ്ങയുടെ അസസ്മെന്റ് വളരെ ശരിയാണ്. കാരണം നോക്കൂ, നമ്മൾ ഇങ്ങനെ ഒരു നമുക്കൊരു ഇത്രയും വലിയൊരു ക്രൈസിസ്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ടെറർ അറ്റാക്ക് നടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാവരുടെ ആഗ്രഹമാണ് മിലിറ്ററി സ്ട്രൈക്ക് ചെയ്യണം, ഒരു സർജിക്കൽ സ്ട്രൈക്ക് ചെയ്യണം, അല്ലെങ്കിൽ മിലിറ്ററി ആയിട്ട് ഒരു നല്ലൊരു തിരിച്ചടി കൊടുക്കണം എന്നുള്ളത് സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും മനസ്സിൽ വരും. അത് ആവശ്യവുമാണ്, അത് അനിവാര്യം കൂടിയാണ്. പക്ഷെ അതിനൊരു പ്രോസസ് ഉണ്ട്. അത് പെട്ടെന്ന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് പല സർപ്രൈസ് എന്നുള്ള കാര്യമുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ മാക്സിമം എഫക്ട് വേണം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് പ്രതീക്ഷിക്കാത്ത സമയത്താണ് നമ്മൾ സ്ട്രൈക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ കാര്യങ്ങളുണ്ട്. രണ്ടാമത്, അങ്ങ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു റെസ്പോൺസ്, ഈ ഒരു ടെറർ അറ്റാക്കിന്റെ ഒരു റെസ്പോൺസ് പറഞ്ഞാൽ ഒരു ഹോൾ ഓഫ് നേഷൻ അപ്രോച്ച്, അതായത് നമ്മുടെ ഭാരതത്തിന്റെ മൊത്തത്തിന്റെ ശക്തി ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതിനകത്ത് എല്ലാ രീതിയിലുള്ള ശക്തിയുണ്ട്. അതായത് ഇപ്പം നമ്മൾ നയതന്ത്ര ലെവലിലുള്ള കാര്യങ്ങളാണ് നമ്മൾ സിന്ധു നദീ കരാർ ഇൻ അബാൻസ് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ റെഡ്യൂസ് ചെയ്തു. ഇനി എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറെ വരും. അതുപോലെ തന്നെ ഇനി വരാനുള്ളത് ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നതും തീർച്ചയായിട്ടും സൈനികപരമായിട്ടുള്ള ഒരു എഫക്റ്റ് ആണ്. കൈനറ്റിക് മീൻസ് എന്ന് പറയുന്ന പോലെ അതിന്റെ ഒരു വർക്കാണ്. കാരണം അത് വിസിബിൾ ആണ്. അത് കാണുമ്പോൾ മാത്രമേ നമുക്ക് തോന്നുന്നു നീതി നടപ്പാക്കി, അതായത് അവര് നമ്മളെ ഇത്രയും ദ്രോഹിച്ചതിന് അതിനൊരു നീതി നടപ്പാക്കി എന്നുള്ള രീതിയിൽ ഒരു ചിത്രം വരുത്തും. അത് വരും. അതിന്റെ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അതിന്റെ ഡിസ്കഷൻസിന്റെ ബേസിസിൽ ഡിസിഷൻ ചിലപ്പോൾ എടുത്ത് കാണും. ആ ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യുന്ന കാര്യം മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഇങ്ങനത്തെ സിനാരിയോസ് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്യും. അതായത് അറ്റ് ദ ഹയസ്റ്റ് ലെവലും അല്ലാത്ത ആർമി ആയാലും ശരി, അവർ എപ്പോഴും പ്ലാൻ ചെയ്ത് വെക്കും. ഇങ്ങനെ ഒരു സിനാരിയോ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ഓപ്ഷൻസ് നമുക്ക് ഗവൺമെന്റ് കൊടുക്കാൻ സാധിക്കും എന്നുള്ളത്. അപ്പൊ ആ ഗവൺമെന്റിന്റെ പിന്നെ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ ഇരിക്കുന്ന പൊളിറ്റിക്കൽ ഡിസിഷൻ ആണ്, ഓക്കെ ഈ ഓപ്ഷൻ ഈ സമയത്ത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും, ഗോ ഹെഡ് എന്നുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ സൈനികം ആയിട്ടുള്ള നീക്കങ്ങളാണ്. എയർഫോഴ്സ് ആയാലും ശരി, ആർമി ആയാലും ശരി, നേവി ആയാലും ശരി, അവർ അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ബിക്കോസ് ഓൾറെഡി അവർ ട്രെയിൻഡ് ആണ് അതിന് വേണ്ടി. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് മുൻ അനുഭവങ്ങളും ഉള്ളതുകൊണ്ട് വൈകാരികമായി രാജ്യം മുഴുവൻ കാത്തിരിക്കുന്ന അതുപോലെ ഒരു കനത്ത തിരിച്ചടി പാകിസ്ഥാന് നൽകുക എന്നത് തന്നെയാണ്. പക്ഷെ അങ്ങ് പറഞ്ഞ പോലെ കൃത്യമായി അതിൻ്റെ ഒരു പ്രോസസ്സിനൊരു സമയമുണ്ട്. അതുവരെ നമ്മൾ കാത്തിരിക്കുക. പകരമാണ് അതിൻ്റെ ഒപ്പം ഇത്തരം നടപടികൾ തുടരുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഈ അങ്ങ് പറഞ്ഞല്ലോ ഇവർ അതിർത്തി കടന്നു പോകാൻ സാധ്യതയില്ല എന്ന്. ഇപ്പോൾ എങ്ങനെ ഈ പെഹൽഗാമിലേക്ക് ഇവർക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്? അവിടെ നിന്ന് ഈ 10-200 കിലോമീറ്റർ പീർപഞ്ചലിലേക്കൊക്കെ അവർക്ക് പോകാൻ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റൂട്ട് മാപ്പ്, അതെങ്ങനെ അവർക്ക് അതിന് ഏതൊക്കെ രീതിയിൽ സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടാകുമെന്നൊക്കെയാണ് ഇപ്പോൾ സൈന്യം കണക്കാക്കുക. അത് അങ്ങനെ എളുപ്പത്തിൽ വന്ന 5-6 പേരുടെ മാത്രം ഒരു ശ്രമഫലമായി നടക്കുന്ന കാര്യങ്ങളല്ലല്ലോ. എത്രമാത്രം ഏകോപനം ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ ഭീകരർ നടത്തിയിരിക്കും? തീർച്ചയായിട്ടും നമ്മളിത് 89 തൊട്ട് കാണുന്ന കാര്യമാണ്, 1890 തൊട്ട് കാണുന്ന കാര്യമാണ്. എങ്ങനെയാണ് അതിന്റെ കൃത്യമായിട്ടുള്ള ഞാനൊക്കെയാണ് ഡയറക്റ്റ് ആയിട്ട് ഈ വന്ന ഭീകരവാദികളെ നമ്മൾ പിടിച്ച് ചിലർ സറണ്ടർ ചെയ്തിട്ടുള്ളത്, അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരെ എക്സാക്ട്ലി പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് വരുന്നത്. അതായത് പാകിസ്ഥാന്റെ ക്യാമ്പ് ഉണ്ട്. പാകിസ്ഥാന്റെ ക്യാമ്പിൽ ആദ്യം റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി അവർ തന്നെ ഇൻഫാക്ട് ഒരു സമയത്ത് ന്യൂസ് പേപ്പറിൽ പോലും കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജിഹാദ് ചെയ്യാൻ വേണ്ടി കശ്മീർ ഉണ്ട് വരൂ എന്നൊക്കെ പറഞ്ഞ് ജോയിൻ ചെയ്തു. അങ്ങനെ അവിടുന്ന് ആളുകളെ എല്ലാവരെയും കൊണ്ടുവന്നു അവർ കുറച്ച് നാളത്തേക്ക് ട്രെയിൻ ചെയ്ത് ആ ട്രെയിനിങ് ക്യാമ്പ് ഏകദേശം LOC ഒരു 30-40 കിലോമീറ്റർ അല്ലെങ്കിൽ ചിലപ്പോൾ 60-100 കിലോമീറ്റർ വരെ സ്ഥലങ്ങളുണ്ട്. അവിടുന്ന് വന്ന് നേരെ ആർമിയുടെ ഒരു ക്യാമ്പിലേക്ക് കൊണ്ടുവരും. ആർമിയുടെ ക്യാമ്പിൽ വന്നു കഴിഞ്ഞിട്ട് അവിടുന്ന് അവരെ ബാച്ച് ആയിട്ട് ഓരോ ആർമി പോസ്റ്റിലേക്ക് അയക്കും. അതായത് ലൈൻ ഓഫ് കൺട്രോളിന്റെ അടുത്ത്. ഈ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി മലകളാണ്.
കംപ്ലീറ്റ്ലി കാടാണ്. പല സ്ഥലത്തും നമുക്ക് പോകുമ്പോൾ നമ്മൾക്ക് അത്ര വളരെ ടഫായിട്ടുള്ള ഒരു ടെറൈനാണ്, അല്ലാതെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ടെറൈൻ അല്ല. അപ്പൊ അവിടെ പാകിസ്ഥാൻ പോസ്റ്റുകളുണ്ട്. ആ പാകിസ്ഥാൻ പോസ്റ്റിലേക്ക് ഇവർ വന്ന് കുറച്ച് ദിവസം തങ്ങും. അത് കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു സമയം കിട്ടുമ്പോൾ ചിലപ്പം ക്ലൈമറ്റ് മോശമായിരിക്കും, ചിലപ്പം വേറെ ഏതെങ്കിലും രീതിയിലുള്ള എപ്പം രാത്രിയിലോ എങ്ങനെയെങ്കിലും ഒരു നുഴഞ്ഞ് 1-2 പേര് വെച്ചിട്ടായിരിക്കും അവർ വരുന്നത്. അതിനു വേണ്ടിയുള്ള ഗൈഡ്സ് ഉണ്ട്. അതായത് പാകിസ്ഥാൻ പോസ്റ്റിൽ നിന്ന് ഇന്ത്യയുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാനുള്ള ആളുകളുണ്ട്. ആ കറക്റ്റായിട്ട് വഴി അറിയാവുന്നവർ. അവർ വന്നു കഴിഞ്ഞാൽ അവർ ഹാൻഡ് ഓവർ ചെയ്യും അടുത്ത ആളുകളെ. ആ ആളുകൾ നേരെ അകത്തെ സിറ്റിയിലേക്കും മറ്റ് ആളുകൾ അവിടെ കൊണ്ടുവരാനുള്ള വ്യവസ്ഥ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനു കൂടാതെ ഇവർക്ക് തോക്കുകളൊക്കെ അവർ അവിടെ നിന്ന് കൊണ്ടുവരും. പക്ഷെ ഇതിന്റെ ഫുഡും പൈസയൊക്കെ ചിലപ്പോൾ ഇവിടെ നിന്നുള്ള ഓവർഗ്രൗണ്ട് വർക്കേഴ്സ് ആണ് ഇത് കൊടുക്കുന്നത്. ഇതിന് നല്ല കമ്മ്യൂണിക്കേഷൻ പണ്ട് മോട്ടറുള്ള റേഡിയോ സെറ്റൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം ഇന്റർനെറ്റിന്റെ ഒക്കെ വെച്ചിട്ട് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യം ചെയ്യുന്നു. അതിനെ നമ്മൾ ഇന്റർസെപ്റ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ഇന്റർസെപ്റ്റ് ചെയ്ത് അവരുമായിട്ട് സംസാരിക്കാറുണ്ട്. സോ ദാറ്റ് അവരെ സറണ്ടർ ചെയ്യാനുള്ള കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുകൊണ്ട് അത് അതിന്റെ ഭാഗമായിട്ട് നടക്കും. അപ്പൊ ഇതൊരു ഇൻഡസ്ട്രിയാണ് ആക്ച്വലി. ഇത് വെറും ഒരു എന്താ പറയുക, പെട്ടെന്ന് ആളുകൾ ചോദിക്കും എങ്ങനെയാണ് ഇത് വരുന്നതെന്നുള്ളത്. ഇത് പാകിസ്ഥാന്റെ ഈ ഒരു രീതിയിൽ പൈസയ്ക്കും വേണ്ടിയും ഇങ്ങനെ ഒരു കാര്യം അവർ നടത്തുന്നത് ഒരു കോസും ഒന്നുമില്ല. അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി നടത്തുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഈ ഇപ്പൊ 200 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രമാത്രം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രദേശവും കാടും ഒക്കെ നിൽക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് നുഴഞ്ഞു കയറാൻ പറ്റും. 1-2 പേർക്കൊന്നും വരാൻ ഒരു പ്രശ്നമില്ല. കാരണം അങ്ങനെയാണ് സംഭവിക്കുന്നത്. കേണൽ ഡിനി, ഒരു കാര്യം കൂടി, ഈ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം രാജ്യത്തിന് നേരെ ഉണ്ടാകുന്നു, പ്രത്യേകിച്ചും കശ്മീരിൽ ഉണ്ടാകുന്നു. ഇതിന് മുൻപുണ്ടായ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി അതിനെ നേരിടാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈന്യമാണെങ്കിലും നമ്മുടെ മറ്റ് ഏജൻസികളാണെങ്കിലും മുന്നോട്ട് പോകുമ്പോൾ ആ പ്രദേശത്തുള്ള ജനങ്ങളെ, താങ്കൾ നേരത്തെ അക്കാര്യം സൂചിപ്പിച്ചു, പ്രദേശത്തുള്ള ജനങ്ങളുടെ പിന്തുണ എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ കശ്മീരിൽ മൊത്തത്തിൽ മാറിയ രാഷ്ട്രീയ സാഹചര്യം, ജീവിത സാഹചര്യങ്ങൾ, സാമൂഹ്യ സാഹചര്യങ്ങൾ, അതിൽ മാറ്റം വന്നത്, കഴിഞ്ഞ നാളുകളിൽ മാറ്റം വന്നത് ഇപ്പോഴത്തെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തെ നേരിടുന്നതിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന പിന്തുണയും വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ മുൻ അനുഭവങ്ങളിൽ നിന്ന് അത് എങ്ങനെ വ്യത്യസ്തമാണ് ഇപ്പോൾ? നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഈ കൗണ്ടർ ടെററിസം ഓപ്പറേഷനിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി, അതായത് ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത് നമ്മൾ ഈ ആളുകളുടെയാണ് കൊടുക്കുന്നത്. അതായത് അവിടുത്തെ ജനത്തിനെയാണ് കൊടുക്കുന്നത്, ആ ജനത്തിന്റെ മനസ്സിനെയാണ് കൊടുക്കുന്നത്. കാരണം ആ ജനങ്ങൾ സെക്യൂരിറ്റി ഫോഴ്സിന്റെ കൂടെ ഉണ്ടെങ്കിൽ അവിടെ ഭീകരവാദം തുടച്ചു നീക്കാൻ സാധിക്കും. അപ്പൊ ജനങ്ങൾ നമ്മളെ കൂടെ ഇല്ലെങ്കിൽ അത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇപ്പൊ നമ്മൾ അങ്ങ് പറഞ്ഞ പോലെ ഒരു മാറ്റം ഈ ആളുകളുടെ മനസ്സിനകത്ത് വരുന്നുണ്ട്. കാരണം അവരുടെ വികസനം അവർ നേരിട്ട് കണ്ടതാണ്. അപ്പൊ കഴിഞ്ഞ വർഷം 2.35 കോടി ജമ്മു കാശ്മീരിൽ അത്രമാത്രം ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ ടൂറിസ്റ്റ്, അത് എല്ലാം കൂടെ ചേർത്തിട്ട് തന്നെ ആണെങ്കിൽ തന്നെ അത്രയും തൊഴിൽ വരുന്നുണ്ട്. ഇപ്പൊ എനിക്ക് തന്നെ അറിയാവുന്ന 1-2 കശ്മീരിൽ വിളിച്ചിരുന്നു. അവരൊക്കെ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഡൽ ലേക്കിൽ പുതിയതായിട്ട് ബോട്ട് എടുക്കാൻ വേണ്ടി ലോൺ എടുത്തു. ചിലവരും ഈ പോർട്ടറിലെ പോണീസ്, അതായത് ഈ കുതിരകളിലെ വേണ്ടിയുള്ള പുതിയതായിട്ട് വാങ്ങിച്ചു. ചിലർ ഹോട്ടൽ നടത്താൻ വേണ്ടി അവർക്ക് ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ പലരും അങ്ങനെ ഇപ്പൊ ഈ ലോണൊക്കെ എടുത്തിട്ട് അവർക്ക് ഇനി EMI അടയ്ക്കാൻ എങ്ങനെയാണെന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. അപ്പൊ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഈ ഒരു അറ്റാക്ക് കൊണ്ട് അത് തീർന്നു. അതായത് ഈ വർഷത്തെ ടൂറിസം ഏകദേശം നമുക്ക് ഇല്ലാന്ന് തന്നെ പറയാം. കാരണം നമ്മൾ ഇനി തിരിച്ചു വരണമെങ്കിൽ തന്നെ കുറെ സമയമെടുക്കും. അതുകൊണ്ട് അതിന്റെ ഒരു 25-30% പോലും കിട്ടിയ വലിയ കാര്യം എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ജനരോഷം അവിടെ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഏതൊരു ഓപ്പറേഷന് അവർ നമ്മളെ ഭാഗമായിരിക്കും, ഇൻഫർമേഷൻ തരും. അതാണ് ക്രിട്ടിക്കൽ. നമുക്ക് ഇൻഫർമേഷൻ ആണ് അവരിൽ നിന്നാണ് കിട്ടേണ്ടത്. അത് ഇൻഫർമേഷൻ കിട്ടും. ആ ഇൻഫർമേഷൻ ഇന്റലിജൻസിന്റെ ബേസിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കും. തിരിച്ചടി കൊടുക്കുന്നത് അത് ഈ ഏരിയയിൽ ആയിരിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ നമുക്ക് ഈ ആളുകളുടെ എന്താ പറഞ്ഞ ഹെൽപ്പിന്റെ ഇത്രയും ആവശ്യം വരത്തില്ല. തിരിച്ചടി കൊടുക്കേണ്ടത് പാകിസ്ഥാൻ സൈന്യത്തിനാണ്. അതാണ് എന്റെ ഒരു സ്റ്റാൻഡ്. അതായത് പാകിസ്ഥാൻ സൈന്യമാണ് ഇതിന്റെ ബാക്കിൽ. ആ പാകിസ്ഥാൻ സൈന്യത്തിന് നൊന്താൽ മാത്രമേ അവർ പഠിക്കത്തുള്ളൂ. പക്ഷെ അവർ നോവുന്ന നിമിഷത്തിനായി രാജ്യം ഒന്നാകെ കാത്തിരിക്കുന്നുണ്ട്. അങ്ങ് പറഞ്ഞ പോലെ അവിടുത്തെ ജനങ്ങൾ പൂർണ്ണമായും ഇന്ത്യൻ സൈന്യത്തിനും ഇന്ത്യക്കും ഒപ്പം നിൽക്കുമ്പോൾ, ഇന്ത്യയുടെ ഭാഗം തന്നെയാണ്, ഇന്ത്യക്കൊപ്പം എന്നല്ല, പക്ഷേ ഇന്ത്യൻ സൈന്യത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അവരുടെ ഭാഗത്തുനിന്നുള്ള കൃത്യമായ പിന്തുണ കൂടി അതിന് നമ്മൾ തിരിച്ചു നൽകേണ്ടത് അവിടെ തകർന്നു പോകും, അല്ലെങ്കിൽ ഇല്ലാതെയായി പോകുമെന്ന് കരുതുന്ന വിനോദസഞ്ചാരത്തെ വീണ്ടും പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ഇന്നലെ ബാലു പഹൽഗാമിൽ എന്നൊക്കെ പറയുമ്പോൾ തലേദിവസത്തെ പോലെയല്ല ഇന്ന് കുറച്ചുകൂടി സഞ്ചാരം
വിനോദസഞ്ചാരികളൊക്കെ എത്തുന്നുണ്ട് എന്ന് അതൊരു പോസിറ്റീവ് സൈനായിട്ട് തന്നെ കാണണം. വീണ്ടും പഹൽഗാമും കശ്മീരും ഒക്കെ വിനോദസഞ്ചാരികളെ കൊണ്ട് നിറയണം. അതും ഭീകരർക്കും പാകിസ്ഥാനും എതിരുള്ള മറുപടിയാകും. മറ്റു മറുപടികൾ അത് ഉചിതമായ സമയത്ത് വേണ്ട രീതിയിൽ സർക്കാരും നമ്മുടെ സൈന്യവും നൽകിക്കൊള്ളും. അതിൽ നമ്മൾ ആകുലപ്പെടേണ്ടതുമില്ല. അഭിമാനത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാം. വളരെ നന്ദി ശ്രീ കേണൽ എസ് ഡിന്നി വിവരങ്ങൾ പങ്കുവച്ചതിന്. നമുക്ക്